ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായി കണ്ടിട്ടല്ലേ? യെസ്. സോ ഈ വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനകത്തെ ചില ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്താനുള്ള ചില ടെക്നിക്കുകൾ നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ്. ഓക്കെ, PSC എക്സാംസ് സിവിൽ സർവീസ് മാതൃകയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ സിവിൽ സർവീസസ് എക്സാംസിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെവല്യൂഷൻ ബാച്ച്, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി റൺ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് റെവല്യൂഷൻ ബാച്ച്. അതിൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് ഈ എക്സാം എഴുതി എന്നുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. ജനറലി പേപ്പർ ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും എൻ്റെ റെവല്യൂഷൻ ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ടെക്നിക്കൽ ഉപയോഗിച്ച് ധാരാളം എക്സ്ട്രാ മാർക്ക് കിട്ടിയെന്നവർ പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് അവരുമായിട്ട് ഡിസ്കഷൻ നടത്തി അവരുപയോഗിച്ച ടെക്നിക്കുകൾ ഒക്കെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, എൻ്റെ ചാനൽ ഇതാണ്. എൻ്റെ കോഴ്സസ് എല്ലാം ഞാൻ റൺ ചെയ്യുന്ന ടെലിഗ്രാം ചാനലിൽ കൂടെ തന്നെയാണ്. ഇപ്പോൾ 11.5K സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫ്രീ മെൻറ്റർഷിപ്പിനും ഈ വീഡിയോയുടെ PDF-നും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ലിങ്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ പേര് അനുദീപ് വ്ളോഗ്സ് എന്ന പേര് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ടെലിഗ്രാമിനുള്ളിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ചാനൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ മെയിൻ പർപ്പസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ PDF ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ അതവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാം കണ്ടീഷനിൽ അവരിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവർ ആ പേപ്പർ വർക്കൗട്ട് ചെയ്തതിന് ശേഷം കാണുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് അവിടെ തോട്ട് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രെയിനിങ് ഇത് ഫ്രീ മെൻറ്റർഷിപ്പാണ്. ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിലേക്ക് തന്നെ വരൂ. ഇപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ഇതിൻ്റെ PDF വർക്കൗട്ട് ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് മാത്രമേ വീഡിയോ റിലീസ് ചെയ്യുള്ളൂ. അപ്പോഴായിരിക്കും അവർക്ക് കൃത്യമായിട്ടും ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, യെസ്. സോ നമ്മുടെ ബേസിക് ഫിലോസഫി എന്താണ്? കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. നിങ്ങൾക്ക് സമയമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡിനായിരിക്കും പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കുറച്ചിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ കാണാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ബേസിക് ഫിലോസഫി ഈ പറഞ്ഞതുപോലെ വോൾട്ടയർ തന്നെയാണ്. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫിലോസഫി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടുന്ന ഏറ്റവും എസെൻഷ്യൽ ക്വാളിറ്റി കോമൺ സെൻസ് ആണ്. പല ചോദ്യങ്ങളും ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കോമൺ സെൻസ് തന്നെയാണ്. എൻ്റെ കൂടെ നിൽക്കൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്ന് സ്റ്റുഡൻസ് പറഞ്ഞ ഒരു ചോദ്യമാണിത്. മാച്ച് ദ ഫോളോയിങ് എന്ന ചോദ്യം കറണ്ട് അഫെയർസിൽ നിന്നും ഒരു അൺകൺവെൻഷണൽ രീതിയിൽ ചോദിച്ച ചോദ്യങ്ങളാണിത്. ഇതൊക്കെ സിവിൽ സർവീസസിൻ്റെ കറണ്ട് അഫെയർ മാഗസീൻസിൽ കവറാവുന്നതാണ്. പല കേരള PSC മാഗസീൻസിലും ഇത് കവർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ഒരു ടെക്നിക്കുണ്ട്. സപ്പോസ് നിങ്ങൾ ഈ ടോപ്പിക്കിനെ പറ്റി പഠിച്ചില്ലെന്നിരിക്കട്ടെ, ഈ പ്രോജക്റ്റ് ഇൻസൈറ്റ്സും വിവാദ് സേ വിശ്വാസവും ഒക്കെ വർഷങ്ങളായിട്ട് ന്യൂസിനകത്തുള്ള ഹോട്ട് ടോപ്പിക്കുകൾ തന്നെയാണ്, സമ്മതിക്കുന്നു. നമ്മൾ ക്ലാസ്സസിൽ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ആ എക്സാം സ്ട്രെസ്സിൽ നിങ്ങൾ ഈ ഏരിയയുടെ കണ്ടൻറ്റ് മറന്നു പോയാൽ പോലും നമുക്ക് ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ അല്ലെങ്കിൽ ആ കറക്കിക്കുത്തുന്ന പരിപാടി ഉപയോഗിച്ച് ആൻസേഴ്സിലേക്ക് എത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് എൻ്റെ കൂടെ നിൽക്കൂ. പ്രോജക്റ്റ് ഇൻസൈറ്റ്സ്, വിവാദ് സേ വിശ്വാസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഈ സമാധാൻ എന്ന് പറയുന്ന ഈ കീവേഡ് ഇതിനകത്ത് ഏത് പ്രിൻസിപ്പിളുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? സമാധാൻ എന്ന് പറയുന്ന കീവേഡ് ഇതിനകത്ത് ഏത് പ്രിൻസിപ്പിളുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുമ്പോഴല്ലേ നമുക്ക് എന്ത് ചെയ്യുന്നത്? സമാധാനം കിട്ടുന്നത്. അപ്പോൾ ഇത് ഡെഡിക്കേറ്റഡ് ഇമെയിൽ ID ഫോർ ടാക്സ് പേയേഴ്സ് ഫോർ രജിസ്റ്റേർഡ് ദ ഗ്രീവൻസസ്. ഓക്കെ, അല്ലെങ്കിൽ അത് വിടൂ, നിങ്ങൾ അടുത്ത് നോക്കൂ. ഫേസ്ലെസ് അസസ്മെൻറ്റ്, അത് മുഖം നോക്കാതെ നടപടി എടുക്കുന്ന കാര്യം. ഇത് എപ്പോഴും ഡിജിറ്റൽ ടെക്നോളജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ നടുക്കുള്ള ആളില്ലാതാവും. സാധാരണ ഇപ്പം ഒരു ബ്യൂറോക്രാറ്റ് ആയിരിക്കും ചില പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി അത് കമ്പ്യൂട്ടറുകൾ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ബ്യൂറോക്രാറ്റൊക്കെ മാറിയിരിക്കും. അയാൾ കറക്റ്റഡ് ആണെങ്കിൽ അയാൾക്ക് ഈ കൈക്കൂലിടുന്ന പരിപാടിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഫേസ്ലെസ് അസസ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ടെക്നോളജി. അതായത് മനുഷ്യൻ്റെ ആവശ്യം കുറയ്ക്കുക, കമ്പ്യൂട്ടറുകൾ ഗവർണൻസ് ഏറ്റെടുക്കുക. ഇത് ഈ ഗവർണൻസ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനകത്ത് ഏതാ വരുന്നത്? നോക്കൂ, ഫിസിക്കൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടാക്സ് പേയേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ഫേസ്ലെസ് അസസ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ട് കിട്ടിയാൽ തന്നെ ഈ രണ്ട് ചോദ്യങ്ങളും നമുക്ക് ഈ ലോജിക്കലി അപ്രോച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോക്കൂ, ബിയിലേക്ക് നമ്മൾ എത്തി. മറ്റൊരു അപ്രോച്ച് പറയട്ടെ, ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസറാണ്. ഇപ്പം നിങ്ങൾക്ക് സംശയം കാണും, സമാധാനം എന്ന് പറയുന്ന സംഭവത്തിന് ഒരു പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് ഡിസ്പ്യൂട്ട്സും കൂടെ വരാൻ സാധ്യതയില്ല എന്നുള്ള സംശയം വരും. ഓക്കെ,
സമാധാൻ ചിലപ്പം ടു സി 3C വന്നുകൂടെ എന്നുള്ള സംശയം വരും. പക്ഷെ 3C വരുന്ന ഓപ്ഷൻ ഇല്ല. നിങ്ങൾ നോക്കൂ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 3C വരുന്ന ഓപ്ഷൻ ഇതിനകത്തില്ല. അപ്പം നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട. ഇതാണ് സ്മാർട്ട് ആൻസർ ഡിറൈവിംഗ് ടെക്നിക്ക്. ഇതൊരു ടെക്നോളജിയാണ്, ഇതൊരു അൽഗോരിതമാണ്. ഞാൻ ഡെവലപ്പ് ചെയ്ത അൽഗോരിതമാണ്. നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എൻ്റെ ബാച്ചിൽ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെവല്യൂഷൻ ബാച്ച് 2 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അഡ്മിഷൻസ് തീരാറായി. കാര്യം ഈ ടെക്നിക്കുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്. ഇതാണ് നമുക്ക് എക്സാം ഹോളിൽ വേണ്ടത്. 3 മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് B തന്നെയാണ്. 3C എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അപ്പം പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ കുളമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ 2 കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ലോജിക്ക് ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതിന് ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടും, അല്ലേ? സോ ഇതിന് ഉത്തരം B ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നിങ്ങൾക്ക് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയാം, നോ പ്രോബ്ലം. ഓക്കെ, ഇതൊരു സ്കില്ലാണ്. നമുക്ക് പെട്ടെന്ന് ഇത് അക്വയർ ചെയ്യാൻ പറ്റില്ല. ഒരു 100 ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്കില്ലിലേക്ക് നിങ്ങൾ എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ റെവല്യൂഷൻ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ചുരുങ്ങിയ സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പേഴ്സിന് മാത്രമാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ബിക്കോസ് അവരാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഏറ്റവും ഹാർഡ് വർക്കിംഗ്, എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ എന്നുള്ള സ്വപ്നം അവർക്കാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനൽ മാത്രമേ ഈ കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതുവഴി ഈ കോഴ്സസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. മറ്റൊരു ടെക്നിക്കിലേക്ക് നമുക്ക് വരാം. ഞാൻ ഇതിനെ വിളിക്കുന്നത് 3 സെക്കൻഡ് ടെക്നിക്ക് എന്നാണ്. 3 സെക്കൻഡ് ടെക്നിക്ക്. 3 സെക്കൻഡിൽ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ സാധിക്കണം. 3 സെക്കൻഡ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു കാര്യത്തിനെ പറ്റി കൃത്യമായ ഒരു ധാരണ, കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഓപ്ഷൻസിലേക്ക് പോകണമെന്ന് പറയാറുണ്ട്. ഞാൻ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. മാച്ച് ദ ഫോളോയിങ് ആണല്ലോ. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഹെർമൻ ഗുട്ടർട്ടിൻ്റെ ബുക്ക് കേരള പഴമയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കൺഫ്യൂഷൻ ഇല്ല. ഇനി നിങ്ങൾ അടുത്ത ഓപ്ഷനിലേക്കല്ല പോകേണ്ടത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല, അടുത്ത ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. A3 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് നോക്കൂ. A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള C മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കണമെന്നുണ്ടോ? ഇത് സൈനുദ്ദീൻ മുക്തൂമിൻ്റെ എന്താണ്, തുഫത്തുൽ മുജാഹിദീൻ. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇബിൻ ബത്തൂത്തയുടെ റഹ്ല റിബ്ല എന്ന് വിളിക്കാറുണ്ട്. ഇറ്റനെ അറിയോ? ഇതാണ് ഇതിൻ്റെ അപ്രോച്ച്. നിങ്ങൾ എത്ര സമയം ഇവിടെ ലാഭിച്ചു? ഈ സമയം നമ്മൾ എവിടെ ഉപയോഗിക്കണം? മാത്തും റീസണിങ്ങും ചെയ്യാൻ ഉപയോഗിക്കണം. ഓക്കെ, സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾ ജോലി നേടാൻ യോഗ്യതയുള്ള സ്മാർട്ട് ബ്യൂറോക്രാറ്റ് ആണോ എന്നാണ് PSC ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ നോളജ് സിസ്റ്റം ബാക്കി ചോദ്യങ്ങൾ ചെക്ക് ചെയ്യപ്പെടുമ്പോൾ ഈ ചോദ്യത്തിനകത്ത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലും ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിൻ്റെ ചോദ്യം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. നോക്കൂ, ഇതിൻ്റെ ചോദ്യം എന്ത് വരും? 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും? 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും? ജ്യോതിറാവു പൂലെ സത്യശോധക് സമാജം നമുക്കറിയാം. അപ്പോൾ ഇനി നമ്മൾ പോകേണ്ടത് ഓപ്ഷൻസിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. അപ്പോൾ A2 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? Aയും Dയും മാത്രമേ ഉള്ളൂ. Bയും Cയും നമ്മൾ വെട്ടിക്കളയണം. ഇത് നമ്മൾ വായിച്ച് പോലും സമയം കളയാൻ പാടില്ല. നമുക്ക് ധാരാളം സമയം ഇങ്ങനെ ലാഭിക്കാൻ സാധിക്കും. മറ്റൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. A2 ആണെങ്കിൽ B4 ആയിരിക്കും. അപ്പം B വായിച്ച് നോക്കാതെ തന്നെ ഇതിൻ്റെ ഉത്തരം 4 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് നമുക്ക് വേണ്ടുന്ന അപ്രോച്ച്. ഓക്കെ, നിങ്ങളുടെ ചുറ്റും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പാവപ്പെട്ട കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്കും ഈ ഒരു ഡേറ്റ എത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ കോമ്പറ്റീഷൻ നമുക്ക് പുഷ് ചെയ്യണം. അങ്ങനെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്യൂറോക്രാറ്റ്സ് തന്നെ ആയിരിക്കണം അധികാരത്തിലേക്ക് വരേണ്ടത്. ഓക്കെ, C. അപ്പം ഇനിയുള്ള ചോദ്യം സിയുടെ ആൻസർ 2 ആണോ 1 ആണോ എന്നത് മാത്രമാണ്. ബാസവാണ എന്ന് പറയുന്നത് നമുക്കറിയാം, വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ആളാണ് നമുക്കറിയാം, അല്ലേ? വീരശൈവ മൂവ്മെൻ്റ് ആണ്. ന്യൂസ് പേപ്പേഴ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും? D ഫോർ ഡൽഹി ആണ് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ബാസവ അല്ലെങ്കിൽ ബാസവാണ, ലിംഗയത് മൂവ്മെൻറ്റ് ഇതൊക്കെ ന്യൂസിനകത്തുള്ളതാണ്. വീരശൈവ മൂവ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിലാണെന്ന് വരുന്നത്. അതല്ലെങ്കിൽ പോലും ബാസവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ കാള അല്ലെങ്കിൽ ഓക്സ് എന്നുള്ളൊരു മീനിങ്ങാണ്, അല്ലെ? കാള, ഓക്സ്. അപ്പം ഇതിനകത്ത് ഏതാണ് ഓക്സ് അല്ലെങ്കിൽ കാളയുമായി ഏറ്റവും ബന്ധപ്പെട്ടത്? നന്ദി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ശിവനുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇതൊക്കെ ബേസിക്കലി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫാക്റ്റാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് എക്സാം ഹോളിൽ നമുക്ക് സ്ട്രെസ് അടിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണെങ്കിൽ പോലും ഉത്തരം നമുക്ക് നേടിയെടുക്കണം. അതാണ് റെവല്യൂഷൻ ബാച്ചിൻ്റെയും അനുദീപ് വ്ലോഗ്സിൻ്റെയും ഒക്കെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ എൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. യെസ്.
മറ്റൊരു ചോദ്യം ഇതാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഇതിനകത്ത് ഏതാണ് ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ടാക്സ് എന്നാണ് ചോദ്യം. ഇൻകം ടാക്സിൽ നിന്നും ഏത് ടാക്സിലാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്? അപ്പോൾ ഈ കൂട്ടത്തിൽ ഒഴിവാക്കാൻ ഏറ്റവും സാധ്യത ഏതിനായിരിക്കും? നമ്മളെല്ലാവരും ഹൗസ് പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കുന്ന, വീട്ടുകാരൻ കൊടുക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവരും വീട്ടുകാരൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അഗ്രികൾച്ചർ മീൻസ് ഈ കൃഷി എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ഇന്ത്യയിൽ. ഇപ്പം കർഷക പ്രക്ഷോഭമൊക്കെ നടന്നിട്ടിരിക്കുക. കൃഷി സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം. ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇപ്പോൾ അംബാനി ഒരു 1000 കോടി രൂപ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ അംബാനിക്ക് ടാക്സ് കൊടുക്കണ്ടേ? ടാക്സ് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റാ. ലോജിക്കലി ആരെങ്കിലും ഇത് തെറ്റാ. ലോട്ടറി അടിച്ചാൽ അതിൻ്റെ വലിയൊരു ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം. ഇപ്പം എനിക്കൊരു 50,000 രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു 10 കോടി രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ പറയുന്നത്? ലോട്ടറി വാങ്ങിക്കണമെങ്കിൽ പോലും നമ്മൾ GST അടയ്ക്കണം, അല്ലേ? ടാക്സ് അടയ്ക്കണം. അപ്പം ലോട്ടറി അടിച്ചു കഴിഞ്ഞാലോ അതിനും ടാക്സ് അടച്ചേ പറ്റും. അത് ഇൻകമാണത്, ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, ശരിയാവുന്ന ഉത്തരം ഏതാ? B ആണ്. നിങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിച്ച ടാക്സേഷനും അല്ലെങ്കിൽ എക്കണോമിക്സിനകത്ത് കോംപ്ലക്സ് ഫിലോസഫീസും ഒക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങിയ ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? ഇത് കോമൺ സെൻസ് ആണ് നിങ്ങളിവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. കോമൺ സെൻസ് മാത്രമാണ് നിങ്ങളിവിടെ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ത് വരും? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മോണ്ടോഗി ചെംസ്ഫോർഡ് റിഫോം 1919 പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് പറയുന്ന ചില ബേസിക് കാര്യങ്ങളാണ്. എന്താ പറയുക, ഇത് കോഡ് 2 ആണ്. 2 എന്നൊരു കോഡാണ് നമ്മൾ ഈ ഒരു ആക്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 19 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ ഡയാർക്കി അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് 2 ആകുന്നു. പിന്നീട് എന്താ, ബൈ ക്യാമറലിസം, ഇതൊക്കെ കൊണ്ടുവരുന്ന ഈ ആക്ടിനുണ്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എവിടെ വരുന്നത്? ഈ പ്രൊവിൻസ് എന്ന് പറയുന്ന കീവേഡ് 1935 ആക്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതൊക്കെ അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? 1 ഉം 2 ഉം കറക്റ്റാണ്, B കറക്റ്റാണ്, C തെറ്റാണ്. ഇനി ഞാൻ മറ്റൊരു ടെക്നിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക. എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, അതിനുശേഷം ഞാൻ ഹോംവർക്ക് തരാം. അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ, നമ്മൾ ഈ ടെക്നിക്സിൽ അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇതിനകത്ത് 1, 2 and 3 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഓപ്ഷനും കറക്റ്റ് ആവാൻ ഒക്കത്തില്ല. പക്ഷേ ഇത് രണ്ടും കൃത്യമായിട്ട് ഇത് രണ്ടിൽ വരുന്നതാണ്. ആ കോഡ് ഉപയോഗിച്ച് നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പം ഞാൻ ക്ലാസ്സസിൽ പൊളിറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് ഇതാണ്. അപ്പം ഇതവർക്ക് കിട്ടും. ഇത് തെറ്റാ. അപ്പോൾ ദിസ് ഇസ് റോങ്. അപ്പോൾ മാക്സിമം 2 പ്രസ്താവനകൾക്ക് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കറക്റ്റാണ് നമുക്കറിയാം. പിന്നെ ഇതിനെപ്പറ്റി ആലോചിച്ച് എന്തിനാണ് നിങ്ങൾ തല പോയിക്കുന്നത്? അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കാര്യം പ്രൊവിൻസ് എന്ന് പറയുന്ന കീവേഡ് അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി, പ്രൊവിൻഷ്യൽ PSC, ഇതൊക്കെ. അപ്പോൾ 1919 ഈ ആക്ടിന് അണ്ടറിൽ വന്ന PSC എന്താണ്? അല്ലെങ്കിൽ 1919 മറ്റൊരു PSC വരുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അതാണ് ഇന്നലെ നിങ്ങളുടെ ഹോംവർക്ക്. നിങ്ങൾ സീരിയസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻസർ ശരിയാണോ തെറ്റാണോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെ മറ്റൊരു ചാനലാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത് കൊടുത്തിരിക്കാം. മോട്ടിവേഷൻ ചാനലാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ബിക്കോസ് നിങ്ങൾ സ്ട്രെസ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ നിങ്ങൾക്ക് 10-15 മാർക്ക് എക്സ്ട്രാ അതിൽ കിട്ടിയിരിക്കും. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുക. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. നിങ്ങൾ ഈ ഒരു സമയത്ത് എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി വിജയത്തിൻ്റെ എസൻസ്. ഫ്യൂച്ചർ വാർ, യുദ്ധഭൂമി എക്സാം ഹോളാണ്. ഇപ്പം നിങ്ങൾ അനുദീപ് വ്ളോഗ്സിന് കൂടെ നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ വീഡിയോയിൽ ധാരാളം ഫ്രീ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സ്ട്രാ അറ്റൻഷൻ വേണ്ടുന്ന കാൻഡിഡേറ്റ്സ് മാത്രം കോഴ്സസിന് എൻറോൾ ചെയ്യുക. ബാക്കിയുള്ള ടെക്നിക്കുകളൊക്കെ ഈ ചാനൽ ഫ്രീ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത റീസൺ കൂടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ചാനലിന് കൂടുതൽ ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് കുറേ വാല്യൂ ആഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.